ഹരേ കൃഷ്ണ. ശ്രീമന്നാരായണീയം 76-ാം ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഭഗവാൻ കംസനെ വകവരുത്തിയതിനു ശേഷം കംസൻ കാരാഗ്രഹത്തിലടച്ചിരിക്കുന്ന തൻ്റെ മാതാപിതാക്കളെയും ഉഗ്രസേന രാജാവിനെയും ചെന്ന് കാണുകയും വ്യാകുലതയോടെ സ്നേഹപരവശരായി നിന്നിരുന്ന അവരുടെ ആലിംഗനം ഏറ്റുവാങ്ങി അവരെ നമസ്കരിച്ച് ഉഗ്രസേനനെ രാജാവായി വാഴിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ് കണ്ടത്. അതിനുശേഷം വേർപാടിൻ്റെ ദുഃഖം ഉണ്ടാക്കുന്ന തീവ്രതയിൽ കണ്ണുകളിൽ നിന്നും ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരാൽ നിൽക്കുന്ന വ്രജവാസികളെയും നന്ദഗോപരെയും ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് മടക്കി അയച്ചു. പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരികയാണ്. ശൂരസേനപുത്രനായിട്ടുള്ള വസുദേവർ ബ്രാഹ്മണരെയും പുരോഹിതരെയും ആളയച്ചു വരുത്തി ഭഗവാന്റെയും ബലരാമൻ്റെയും ഉപനയന കർമ്മങ്ങളും നടത്തി. അതിനുശേഷം വസുദേവർ അവരെ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് ഗുരുവിദ്യ അഭ്യസിക്കുന്നതിന് അയക്കാൻ തയ്യാറാവുകയാണ്. സർവവിജ്ഞാനങ്ങളുടെ ഉറവിടവും സർവജ്ഞാനിയും ലോകൈകനാഥന്മാരുമായ ഭഗവാന്മാർ മനുഷ്യ സാധാരണമായ പ്രവർത്തികൾ കൊണ്ട് തങ്ങളുടെ സ്വതസിദ്ധമായ സമ്പൂർണ്ണ ജ്ഞാനത്തെ മറച്ചു വയ്ക്കുന്നു അവിടെ. അതിനുശേഷം ഗുരുകുലവാസം അനുഷ്ഠിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് അവന്തി നഗരത്തിൽ വസിക്കുന്ന കാശി സ്വദേശിയായ സാന്ദീപനി മഹർഷിയെ സമീപിക്കുകയാണ്. മഹർഷി വളരെ വേഗം തന്നെ അവർക്ക് സകല വേദങ്ങളും അവയുടെ 6 അംഗങ്ങളും ഉപനിഷത്തുകളും പഠിപ്പിച്ചു കൊടുത്തു. നിഗൂഢ രഹസ്യമുള്ള ധനുർവേദവും ധർമ്മശാസ്ത്രങ്ങളും തർക്കശാസ്ത്രവും 6 വിധമുള്ള രാജനീതിയും പഠിപ്പിച്ചു. അത്യുത്തമന്മാരായ കൃഷ്ണബലരാമന്മാർ ഏതു കാര്യവും ഒരു പ്രാവശ്യം ശ്രവിച്ചാൽ തന്നെ മനസ്സിലാക്കുന്നതിന് പ്രാപ്തിയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ 64 ദിവസങ്ങളിലായി 64 കലകളും വിദ്യകളും അവർ പഠിച്ചെടുക്കുകയും ചെയ്തു. ഇസ്കോൺ സ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുപാദരുടെ കൃഷ്ണ എന്ന പുസ്തകത്തിൽ ഈ 64 കലകളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അവ ഗീതം, ഗാനാലാപനം, 2ാമത്തേത് വാദ്യം, 3ാമത്തേത് നൃത്യം, 4ാമത്തേത് നാട്യം, 5ാമത്തേത് ആലേഖ്യം അല്ലെങ്കിൽ ചിത്രരചന, 6ാമത്തേത് പലതരം ചായക്കൂട്ടുകളും സൗന്ദര്യവർദ്ധന ലേപനങ്ങളും കൊണ്ട് മുഖവും ശരീരവും ചായമിടുന്ന വിശേഷകമായ വിദ്യ, 7ാമത് അരിമാവും പൂക്കളും കൊണ്ട് നിലത്ത് മംഗളകരങ്ങളായ കളങ്ങൾ തീർക്കുന്ന തണ്ടുല കുസുമ ബലിവികാര എന്ന വിദ്യ, പിന്നീട് പുഷ്പശയ്യ ഒരുക്കുന്ന വിദ്യയായ പുഷ്പാസ്തരണം, 9ാമത് ദന്തങ്ങൾ, വസ്ത്രങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവ നിറം പിടിപ്പിക്കുന്ന ദശന വസന അംഗ രാഗങ്ങൾ, 10ാമത് നിലത്ത് രത്നങ്ങൾ പതിപ്പിക്കുന്ന മണിഭൂമികാകർമ്മം, 11 ശയ്യയൊരുക്കുന്ന വിദ്യയായ ശയ്യാരചനം, 12 ജലപാത്രങ്ങളിൽ സംഗീതമുണ്ടാക്കുന്ന ഉദകവാദ്യം, 13 വെള്ളം തെറിപ്പിക്കുന്ന വിദ്യയായ ഉദകഘാതം, 14 ചായക്കൂട്ടുകളുണ്ടാക്കുന്ന ചിത്രയോഗ, 15 പുഷ്പവലയങ്ങളും പൂച്ചെണ്ടുകളും ഉണ്ടാക്കുന്ന മാല്യഗ്രഥന വികൽപ്പ, 16 ശിരസിൽ കിരീടമോ തലപ്പാവോ അണിയിക്കുന്ന വിദ്യയായ ശേഖരാപീഠയോജനം, 17 അണിയറയിൽ വേഷമണിയുന്ന വിദ്യയായ നേപഥ്യയോഗ, 18 കർണാഭരണങ്ങൾ ചാർത്തുന്ന കർണപത്രഭംഗ, 19ാമത് സുഗന്ധക്കുറിക്കൂട്ടുകൾ ചാർത്തുന്ന സുഗന്ധയുക്തി, 20 ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഭൂഷണയോജനം, 21 മായാവിദ്യയായ ഐന്ദ്രജാലം, 22 വേഷം മാറുന്ന വിദ്യയായ കനചുമാര യോഗ, 23 കൈയടക്കമെന്ന ഹസ്തലാഘവം, 24 പലവിധം ഭക്ഷ്യവസ്തുക്കളും റൊട്ടിയും പലഹാരങ്ങളും ഉണ്ടാക്കുന്ന വിദ്യയായ ചിത്രശാഖാപൂപ ഭക്ഷ്യവികാരക്രിയ, 25 പലതരം പാനീയങ്ങൾ ഉണ്ടാക്കുകയും അവയിൽ നിറങ്ങൾ ചേർക്കുകയും ചെയ്യുന്ന വിദ്യയായ പാനക രസ രാഗാസവയോജനം, 26 തയ്യലും നെയ്ത്തും പഠിക്കുന്ന സൂചി വായകർമ്മം, 27 കനം കുറഞ്ഞ നൂലുകൾ കൊണ്ട് പാവകളി നടത്തുന്ന സൂത്രക്രീഡ, 28 വീണ, ഡമരുകം എന്നീ വാദ്യങ്ങൾ വായിക്കുന്നത്, 29 കടങ്കഥകൾ ഉണ്ടാക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന പ്രഹേളിക, 29 ഓർമ്മശക്തി പരീക്ഷിക്കാനായി ശ്ലോകങ്ങൾ പരസ്പരം ചൊല്ലുന്നത്, 30 അന്യർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ വാക്യങ്ങൾ പറയുന്ന ദുർവാചക യോഗ, 31 ഗ്രന്ഥങ്ങൾ വായിച്ചവതരിപ്പിക്കുന്ന പുസ്തകവാചനം,
32 ലഘുനാടകങ്ങൾ അവതരിപ്പിക്കുകയും കഥകൾ എഴുതുകയും ചെയ്യുന്ന നാടികാഖ്യായിക ദർശനം. 33 ശ്ലോക സമസ്യകൾ പൂർത്തിയാക്കുന്ന വിദ്യയായ കാവ്യ സമസ്യാപൂരണം. 34 ഒരു കഷണം തുണിയും ഒരു കമ്പും കൊണ്ട് വില്ലുണ്ടാക്കുന്ന വിദ്യയായ പട്ടിക വേത്ര ബാണ വികൽപ്പങ്ങൾ. 35 പമ്പരം കറക്കുന്ന തർക്കുകർമ്മം. 36 തക്ഷണം അഥവാ തച്ചുശാസ്ത്രം. 37 വാസ്തുവിദ്യ. 38 വെള്ളിയും രത്നങ്ങളും പരിശോധിക്കുന്ന രൂപ്യ രത്ന പരീക്ഷ. 39 ധാതുക്കൾ കണ്ടെത്താൻ പഠിക്കുന്ന ധാതുവാദ. 40 രത്നങ്ങൾക്ക് നിറം കൊടുക്കുന്ന വിദ്യയായ മണിരാഗജ്ഞാനം. 41 ധാതു പരീക്ഷണ വിദ്യയായ ആകരജ്ഞാനം. 42 സസ്യങ്ങളിൽ നിന്നും ഔഷധങ്ങളെക്കുറിച്ചുള്ള അറിവായ വൃക്ഷായുർവേദ യോഗ. 43 ആടുകൾ കോഴികൾ തുടങ്ങിയവയെ കൊണ്ട് യുദ്ധം ചെയ്യിക്കലും അത് പരിശീലിപ്പിക്കലുമുള്ള മേഷ കുക്കുട ലാവക യുദ്ധവിധി. 44 ആൺതത്തകളെയും പെൺതത്തകളെയും സംസാരിക്കുവാനും മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും പഠിപ്പിക്കുന്ന ശുഖശാരികാ പ്രലോഭനം. 45 കുഴമ്പുകൾ കൊണ്ട് ചികിത്സിക്കുന്ന വിദ്യയായ ഉത്സാദനം. 46 കേശാലങ്കാര വിദ്യയായ കേശമാർജന കൗശലം. 47 ഒരു ഗ്രന്ഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അത് വായിക്കാതെയും ഒരാളുടെ കൈകളിൽ ഒളിപ്പിച്ച വസ്തു എന്താണ് എന്ന് അത് കാണാതെയും പറയുന്ന അക്ഷരമുഷ്ടികാ കഥനം. ഹീനമായ കള്ളജ്ഞായം സൃഷ്ടിക്കുന്ന മ്ലേച്ഛിത കുതർക്ക വികൽപ്പ. 49 പലതരം ദേശഭാഷാഭേദങ്ങൾ അഭ്യസിക്കുന്ന ദേശഭാഷാജ്ഞാനം. 50 പൂക്കൾ കൊണ്ട് കളിവാഹനങ്ങളും മറ്റും നിർമ്മിക്കുന്ന പുഷ്പ ശകടിക നിർമ്മിതിജ്ഞാനം. 51 ഏതു വഴി കൂട്ടിനോക്കിയാലും ഒരേ സംഖ്യ കിട്ടുന്ന മാന്ത്രിക ചതുരങ്ങൾ സൃഷ്ടിക്കുന്ന യന്ത്രമാതൃക. 52 രക്ഷായന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ധാരണാ മാതൃക. 53 സംഭാഷണ കലയായ സംവാച്യം. 54 മനസ്സുകൊണ്ട് ശ്ലോകങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാ വ്യക്രിയ. 55 ഒരു സാഹിത്യകൃതിയോ ചികിത്സയോ നിർണയിക്കുന്ന ക്രിയാവികൽപ്പ. 56 ക്ഷേത്ര നിർമ്മാണ വിദ്യയായ ചലിതക യോഗ. 57 നിഘണ്ടു നിർമ്മാണവും വൃത്തശാസ്ത്രവും ഉൾക്കൊള്ളുന്ന അഭിധാന കോശ ഛന്ദോജ്ഞാനം. 58 ഒരു തരം തുണിയെ വേറൊരു തരം തുണിയായി മറച്ചു കാണിക്കുന്ന വസ്ത്രഗോപനം. 59 പലതരം ചൂതാട്ടങ്ങൾ പന്തയക്കളികൾ പഠിപ്പിക്കുന്ന ദ്യുത വിശേഷം. 60 ചൂതുകളി പഠിപ്പിക്കുന്ന ആകർഷ ക്രീഡ. 61 കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്ന ബാലക ക്രീഡനകം. 62 നിഗൂഢശക്തിയാൽ അച്ചടക്കം കൈവരുത്തുന്ന വൈനായികീ വിദ്യ. 63 വിജയം നേടാനുള്ള വൈജയികീ വിദ്യ. 64 യജമാനനെ പുലർച്ചയ്ക്ക് പാട്ടുപാടി ഉണർത്തുന്ന വൈതാലികീ വിദ്യ. ഇവയെല്ലാം തന്നെ സാന്ദീപനി മഹർഷിയുടെ അടുത്തു നിന്നും ഭഗവാൻ പഠിച്ചെടുത്തു. ഇത്രയധികം കലകളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഭഗവാന് ആരെയാണ് വശീകരിക്കാനും ആരിൽ നിന്നാണ് വിജയം വരിക്കാനും സാധിക്കാതിരിക്കുക? ഒന്ന് ഓർത്തു നോക്കൂ. ദുര്യോധനൻ ധർമ്മപുത്രരെ ചൂതുകളിക്കുന്നതിന് വിളിക്കുന്ന വേളയിൽ തൻ്റെ പ്രതിനിധിയായി ശകുനിയാണ് കളിക്കുക എന്ന് പറയുമ്പോൾ ഒരു മാത്ര യുധിഷ്ഠിരനും ആലോചിക്കാമായിരുന്നു, ചൂതുകളിയിൽ അഗ്രഗണ്യനായിട്ടുള്ള ഭഗവാനെ തനിക്ക് തൻ്റെ ഭാഗം ഏൽപ്പിക്കാം, തൻ്റെ പ്രതിനിധിയായി ഏൽപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത വരാമായിരുന്നു. അങ്ങനെയൊരു ചിന്ത ധർമ്മപുത്രർക്ക് വരാതിരുന്നത് കൊണ്ടാണ് പാണ്ഡവപക്ഷത്തിന് പരാജയത്തിൻ്റെ രുചി അറിയേണ്ടി വന്നത്. എങ്ങനെയായാലും ഭഗവാന്റെയും ബലരാമൻ്റെയും ഗുരുകുലവാസം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ഗുരുവിന് ദക്ഷിണ കൊടുക്കേണ്ട സമയമായി. ഒരു ഗുരുവിന് തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അറിവുമുണ്ടായിരിക്കും. അങ്ങനെ സാന്ദീപനി മഹർഷി ഭഗവാന്മാരുടെ അത്ഭുതകരവും മഹനീയവുമായ കഴിവുകളെ മാനിച്ചുകൊണ്ട് തൻ്റെ പത്നിയുമായി കൂടിയാലോചിച്ച് പണ്ട് പ്രഭാസ തീർത്ഥത്തിൽ വച്ച് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം എന്ന അഭ്യർത്ഥന വയ്ക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ. തങ്ങളുടെ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കുന്നതിനായി ഗുരുവിൻ്റെ അനുഗ്രഹവും വാങ്ങി അവർ പ്രഭാസ തീരത്തേക്ക് യാത്ര പുറപ്പെട്ടു. പ്രഭാസ തീരത്തെത്തി അവർ സമുദ്രത്തിലേക്ക് നോക്കി നിന്നു. ക്ഷണനേരത്തിൽ ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് തിരിച്ചറിയുന്ന സമുദ്രദേവൻ അവർക്ക് കാഴ്ച വസ്തുക്കളുമായി സമീപിച്ചു. ഭഗവാൻ സമുദ്രദേവനോടായി പറഞ്ഞു, ദേവാ,
ശക്തമായ തിരമാലകളാൽ അങ്ങ് ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്ന ഞങ്ങളുടെ ഗുരുപുത്രനെ മടക്കിത്തന്നാലും. എന്നാൽ സമുദ്രദേവൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: പ്രഭോ, ഞാനല്ല ആ കുട്ടിയെ അപഹരിച്ചത്. ശംഖിൻ്റെ രൂപത്തിൽ ജലാന്തർഭാഗത്ത് താമസിക്കുന്ന പഞ്ചജനൻ എന്ന അസുരനാണ്. ഇതു കേൾക്കുന്ന ഭഗവാൻ സമുദ്രത്തിനുള്ളിലേക്കു ചെന്ന് പഞ്ചജനൻ എന്ന അസുരനെ കണ്ടുപിടിക്കുകയും അവനെ വധിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഭഗവാന് അവിടെ നിന്നും ഗുരുപുത്രനെ കണ്ടെടുക്കാനായില്ല. പഞ്ചജനൻ താമസിച്ചിരുന്ന ശംഖ് എടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. പിന്നീട് ഭഗവാനും ബലരാമനും ചെല്ലുന്നത് യമരാജൻ്റെ അടുത്തേക്കാണ്. ഭഗവാനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന യമരാജനോട് ഭഗവാൻ തൻ്റെ ഗുരുപുത്രൻ്റെ കുഞ്ഞിനെ മടക്കിത്തരുന്നതിന് ആജ്ഞാപിച്ചു. ഗുരുപുത്രനെ യമരാജൻ മടക്കി കൊടുത്തു. ആ ഗുരുപുത്രനെയും കൊണ്ട് ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് വരികയാണ്. ഇതുവരെയുള്ള ഭാഗങ്ങളാണ് 76-ാം ദശകത്തിലെ 1-ാം ശ്ലോകത്തിലുള്ളത്. നമുക്ക് ശ്ലോകം പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. 76-ാമത്തെ അധ്യായത്തിലെ ആദ്യ ശ്ലോകം ഉദ്ധവ ദൂത് എന്ന അധ്യായമാണ്. അതിൽ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് ഭഗവാനും ബലരാമനും വിദ്യ അഭ്യസിക്കുന്നതിന് പോകുന്നതും 64 ദിവസങ്ങൾ കൊണ്ട് വിദ്യ അഭ്യസിച്ചതിനു ശേഷം ഗുരുപുത്രനെ വീണ്ടെടുത്തു കൊടുക്കുന്നതുമായ ഭാഗമാണ്. ശ്ലോകം: ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈ അഹോഭി സർവജ്ഞസ്ത്വം സഹ മുസലിനാ സർവവിദ്യാം ഗൃഹീത്വാ പുത്രൻ നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാത് നാദയൻ പാഞ്ചജന്യം. ഗത്വാ സാന്ദീപനിം അഥ പിന്നീട്. എന്താണ് ഈ പിന്നീട് എന്ന് പറയുന്നത്? കംസനിഗ്രഹത്തിനു ശേഷം ഉഗ്രസേനനെ രാജാവായി വാഴിച്ചു. അതിനുശേഷം ഉപനയനവും കഴിഞ്ഞ് വിദ്യാഭ്യസിക്കുന്നതിന് പോരുന്നു. അതാണ് പിന്നീട് എന്ന് പറയുന്നത്. ഗത്വാ സാന്ദീപനിം അഥ പിന്നീട് ഗത്വാ പോയി. എവിടേക്കാണ് പോയത്? സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് വിദ്യ അഭ്യസിച്ചത്? ചതുഷ്ഷഷ്ടിമാത്രൈ അഹോഭിഹി. ചതുഷ്ഷഷ്ടിമാത്രൈ, മാത്രൈ വെറും, കേവലം. ചതുഷ്ഷഷ്ടി 64 അഹോഭി ദിവസങ്ങൾ കൊണ്ട്. ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈ അഹോഭി സർവജ്ഞസ്ത്വം സഹ മുസലിന. മുസലം ആയുധമാക്കിയവൻ, അല്ലെങ്കിൽ ഇരുമ്പ് ഗദ ആയുധമാക്കിയവൻ ആരാണ്? ബലഭദ്രൻ. അപ്പോൾ ബലരാമനെയും സഹ കൂട്ടി, സർവജ്ഞസ്ത്വം സകലതും അറിയുന്നവനാണ് എങ്കിൽ പോലും അങ്ങ്, സർവജ്ഞസ്ത്വം എല്ലാം അറിയാവുന്നവനാണ് ഭഗവാൻ. എങ്കിലും മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ എപ്രകാരമാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നതിനും എപ്രകാരമാണ് ഗുരുകുല വിദ്യാഭ്യാസം നടത്തേണ്ടത് എന്ന് അറിയുന്നതിനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടി സർവജ്ഞസ്ത്വം സഹമുസലിന അങ്ങ് ബലരാമനോടു കൂടി സർവവിദ്യാം ഗ്രഹീത്വ സർവവിദ്യകളും മനസ്സിലാക്കിയിട്ട്, ഗ്രഹീത്വ മനസ്സിലാക്കുക, എല്ലാ വിദ്യകളും സാന്ദീപനി മഹർഷിയിൽ നിന്നും ചതുഷ്ഷഷ്ടിമാത്രൈ അഹോഭി കേവലം 64 ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പുത്രൻ നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം. പുത്രൻ നഷ്ടം, മരിച്ചുപോയ ഗുരുപുത്രനെ യമനിലയനാദ് യമപുരിയിൽ നിന്ന് ആഹൃതം കൊണ്ടുവന്ന് ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ ആ ഗുരുവിനായിക്കൊണ്ട് ദക്ഷിണയായി നൽകിയതിനു ശേഷം, ഗുരുവിൻ്റെ മരിച്ച പുത്രനെ യമപുരിയിൽ നിന്നും കൊണ്ടുവന്ന് ഗുരുവിന് ദക്ഷിണയായി കൊടുത്തതിനു ശേഷം നിജപുരമഗ തൻ്റെ പുരമായിട്ടുള്ള തൻ്റെ പുരത്തിലേക്ക് പോയി. തൻ്റെ നിജപുരമഗ തൻ്റെ പുരമായ മഥുരയിലേക്ക് പോയി. എങ്ങനെയാണ് പോയത്? നാദയൻ പാഞ്ചജന്യം. സമുദ്രത്തിനടിയിലെ അസുരനെ വധിച്ചപ്പോൾ കിട്ടിയ പാഞ്ചജന്യം എന്ന ശംഖും മുഴക്കിക്കൊണ്ട് ഭഗവാൻ തൻ്റെ പുരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഈ ശ്ലോകം. ഗത്വാ സാന്ദീപനിം അഥ ചതുഷ്ഷഷ്ടിമാത്രൈ അഹോഭി സർവജ്ഞസ്ത്വം സഹ മുസലിന സർവവിദ്യാം ഗൃഹീത്വാ
പുത്രൻ നഷ്ടം യമനിലേനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാത് നാദയൻ പാഞ്ചജന്യം. അങ്ങനെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഭഗവാനും ബലരാമനും മഥുരയിലേക്ക് തിരിച്ചു. ഈ സമയങ്ങളിലെല്ലാം വൃന്ദാവനവാസികളായിട്ടുള്ള ഗോപന്മാരും ഗോപികമാരും കണ്ണനെ മാത്രം ഓർത്തുകൊണ്ട് കഴിയുകയാണ്. പ്രത്യേകിച്ചും ഗോപികമാർ. അവർ ഏതൊരു പ്രവൃത്തി ചെയ്താലും ഭഗവത് നാമത്തോടുകൂടി ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യാസി കൗന്ദേയ തത്കുരുഷമതർപ്പണം. ഏതൊരു പ്രവൃത്തി ചെയ്താലും, എന്ത് കഴിച്ചാലും, എന്ത് ഹോമിച്ചാലും, എന്ത് ദാനം ചെയ്താലും, എന്തു തപസ് ചെയ്താലും, ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതെല്ലാം എനിക്കായിക്കൊണ്ട് എന്ന രീതിയിൽ ചെയ്യുകയാണ് ഭഗവത് പ്രേമം കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നു. ഇവിടെ ഗോപികമാരും അപ്രകാരമാണ് ചിന്തിക്കുന്നത്. സ്മൃത്വാ സ്മൃത്വ, ഏതു സമയവും ഭഗവാനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്രകാരം ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് പാൽ കറക്കുന്നു, ആ പശുക്കുട്ടികളെ അഴിക്കുന്നു, പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നു, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്രകാരം ഭഗവാനും ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാനാണ് ഇരിക്കുന്നത് അല്ലേ? എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവായിട്ട് ഭഗവാനായിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയും ഭഗവാന് മനസ്സിലാകും. ഇപ്രകാരം ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആ ഭക്തകളോടുള്ള കാരുണ്യം ഭഗവാന്റെ ഉള്ളിൽ നിറയുകയാണ്. ഭഗവാൻ അവരുടെ ഭക്തി കൊണ്ട് കാരുണ്യത്താൽ വിവശനായി മാറി എന്ന് പറയുന്നു ഭട്ടതിരിപ്പാട്. സകല ഭുവനത്തിലും ഈ ലോകം മുഴുവനും തിരഞ്ഞാലും ഗോപികമാരെ പോലെ ഭക്തിയുള്ളവർ വേറെ ആരും കാണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്തും ഭക്തനുമായിരിക്കുന്ന ഉദ്ധവരെ തന്നെപ്പോലെ തന്നെയാണ് കാണാൻ. അപ്പോൾ ആ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ അയക്കുകയാണ്. പല കാര്യങ്ങളുണ്ട് അതിൻ്റെ പിറകിൽ. ഒന്ന്, ഉദ്ധവനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ള ഒരു ചിന്ത ഉദ്ധവൻ്റെ ഉള്ളിലുണ്ട്. അതില്ലാതാക്കണം. തന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഉദ്ധവനെ കാണുമ്പോൾ ഗോപികമാരുടെ ഉള്ളവും കുറച്ചൊന്ന് തണുക്കും. അത് സംഭവിക്കണം. തൻ്റെ കരുണ അവരുടെ മേൽ ചൊരിയണം. അവരുടെ ഭക്തി താൻ മനസ്സിലാക്കുന്നു എന്ന് നേരിട്ടല്ലെങ്കിലും ഉദ്ധവരെ കൊണ്ട് അത് അവരെ മനസ്സിലാക്കിപ്പിക്കണം. ഇപ്രകാരമുള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഉദ്ധവരെ തന്നെ ഭഗവാൻ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ അയക്കുന്ന ഭാഗമാണ് ഈ ശ്ലോകത്തിലുള്ളത്. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ. പശുപസുദൃശ, സു എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായത് എന്ന വാക്കിന് വേണ്ടിയിട്ടാണ് ഈ സു എന്ന് പറയുന്നത്. അപ്പോൾ സുദൃശ എന്ന് പറഞ്ഞാൽ കാണാൻ അങ്ങേയറ്റം സുന്ദരികളായിട്ടുള്ള പശുപ ഗോപസ്ത്രീകളുടെ ചിന്ത മുഴുവനും. സ്മൃത്വാ സ്മൃത്വ, ഏതു സമയവും തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകൾ പ്രേമഭാരപ്രണുന്ന, പ്രേമഭാരം കൊണ്ട് വിവശകളായി തീർന്നു. ഇത് കാണാതിരിക്കാൻ കണ്ണന് പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ ആ പ്രേമം കാരണം കാരുണ്യേന ത്വം അഭിവിവശ, കാരുണ്യം കൊണ്ട് ഭഗവാനും വല്ലാതെ വിവശനായി തീർന്നു. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാരപ്രണുന്ന കാരുണ്യേന ത്വമഭിവിവശ പ്രാഹിണോരുദ്ധവം തം. പ്രാഹിണോ ഉദ്ധവം തം, ആ ഉദ്ധവനെ പ്രാഹിണോ പറഞ്ഞയച്ചു. കിഞ്ചാമുഷ്മൈ, കിഞ്ച അമുഷ്മൈ, അതിന് മാത്രമല്ല ഉദ്ധവനായിക്കൊണ്ട് പരമസുഹൃദേ, അങ്ങേറ്റം വലിയ സുഹൃത്തം, വളരെ അടുത്ത സുഹൃത്തും, അതുപോലെ തന്നെ ഭക്തവര്യായ ഭക്തന്മാരിൽ ശ്രേഷ്ഠനുമായിരിക്കുന്ന ആ ഉദ്ധവനെ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം. സകലഭുവനേ ദുർലഭം, ഈ ലോകത്ത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന താസാം, ആ ഗോപികമാരുടെ ഭക്തി ഉദ്രേകം, ഭക്തിയുടെ വലിപ്പം കാണിക്കുന്നതിന് വേണ്ടി, ദർശയിഷ്യൻ കാണിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉദ്ധവരെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാരപ്രണുന്ന കാരുണ്യേന ത്വമഭിവിവശ
പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവര്യായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ. ഹരേ കൃഷ്ണ.